നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ദ NDPS ആക്ട് എന്ന നിയമത്തെക്കുറിച്ചാണ്. എന്താണ് NDPS ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, NDPS എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമായ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അഥവാ NDPS ആക്ട് 1985 ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ചുരുക്കമെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥം അത് ഉൽപ്പാദിപ്പിക്കുക, കൃഷി ചെയ്യുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, അത് ഉപയോഗത്തിനുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുക എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അഥവാ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുവാനും കൃഷി ചെയ്യാനും കൈവശം വയ്ക്കാനും വിൽക്കാനും വാങ്ങാനും ഉപഭോഗത്തിനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അഥവാ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. ഈ നിയമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. നീഡ് ഫോർ എനാക്ട്മെൻറ്റ്, നിയമത്തിൻ്റെ ആവശ്യകത. എന്താണ് ഈ നിയമത്തിൻ്റെ ആവശ്യകത? ഈ നിയമം നടപ്പിലാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നിവയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ നിയമം നടപ്പിലാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ ഇൻ്റർനാഷണൽ കൺവെൻഷനുകളെ വ്യവസ്ഥകളെ നിറവേറ്റുക എന്നതാണ് പ്രധാന കാര്യം. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ ഇൻ്റർനാഷണൽ കൺവെൻഷനുകളിലെ വ്യവസ്ഥകളെ നിറവേറ്റുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ആവശ്യകത എന്ന് പറയുന്നത്. മയക്കുമരുന്ന് സംബന്ധമായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്യുക എന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. മയക്കുമരുന്ന് സംബന്ധമായ ഈ നിയമത്തിൻ്റെ വശങ്ങൾ അതിനെന്ത് ചെയ്യുക, ഭേദഗതി ചെയ്യുക എന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കൂടാതെ മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരിക എന്നതും ഈ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുടെ അനധികൃത കടത്തുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ കണ്ടെത്തുക, കണ്ടുകെട്ടുക, ഇതൊക്കെയാണ് ഈ NDPS നിയമം നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഒരിക്കൽ കൂടി, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകൾ നിറവേറ്റുക, മയക്കുമരുന്ന് സംബന്ധമായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്യുക, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരിക, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുടെ അനധികൃത കടത്തുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുക. ഇന്ത്യയിൽ NDPS നിയമം നടപ്പിലാക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ NDPS നിയമം നടപ്പിലാക്കുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കുവാൻ ശ്രമിക്കുന്നത്. 1985 വരെ ഇന്ത്യക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ല. അതായത് 1985 വരെ ഇന്ത്യക്ക് മയക്കുമരുന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിയമനിർമ്മാണവുമില്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, BC 2000 മുതൽ ഇന്ത്യയിൽ കഞ്ചാവ് എന്ന ആ ഒരു വിഭാഗത്തിൻ്റെ പുകവലി ഉണ്ടായിരുന്നതായിട്ട് അഥർവവേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ BC 2000 മുതൽ ഇന്ത്യയിൽ കഞ്ചാവ് പുകവലി ഉണ്ടായിരുന്നതായിട്ട് അഥർവവേദത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. കഞ്ചാവും അതിൻ്റെ വകഭേദങ്ങളായ മരിജുവാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ 1985 വരെ ഇന്ത്യയിൽ നിയമപരമായിട്ട് വിൽക്കപ്പെടുന്ന ഒന്നായിരുന്നു. കഞ്ചാവ്, അതിൻ്റെ വകഭേദങ്ങളായ മരിജുവാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ 1985 വരെ ഇന്ത്യയിൽ നിയമപരമായിട്ട് വിറ്റിരുന്നതാണ്.
കഞ്ചാവിനെയും ചരസിനെയും സവർണ ഇന്ത്യക്കാർ ദരിദ്രൻ്റെ ലഹരിയായിട്ട് കണക്കാക്കിയിരുന്നു. പ്രധാനമായും സമ്പന്നർ ഹോളി സമയത്ത് കഴിച്ചിരുന്ന ഒരു ഔഷധമാണ് ഭാങ്. ഇത് ലഹരിയുള്ളൊരു ഔഷധമായിരുന്നു. 1961 മയക്കുമരുന്നുകൾക്കായുള്ള സിംഗിൾ കൺവെൻഷൻ അഥവാ നാർക്കോട്ടിക് ഡ്രഗ്സ് അംഗീകരിച്ചതിനെ തുടർന്ന് എല്ലാ മരുന്നുകൾക്കെതിരെയുമുള്ള ലോകമെമ്പാടുമുള്ള നിയമത്തിനായിട്ട് ഒരു പ്രയാണം അമേരിക്കയിൽ ആരംഭിക്കുകയുണ്ടായി. ഇന്ത്യയും ഇതിൻ്റെ ഭാഗമായിട്ട് മയക്കുമരുന്ന് നടപടിയെ അതിശക്തമായിട്ട് എതിർത്തു. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ ആവശ്യങ്ങൾക്ക് മാത്രം കഞ്ചാവ് ലഭ്യമാക്കുന്നതിന് ഇന്ത്യക്ക് 25 വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് കൺവെൻഷൻ ഒരു തീരുമാനത്തിലെത്തുകയുണ്ടായി. എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ സെൻസിറ്റീവ് അജണ്ട ആയതിനാൽ ഇന്ത്യ അന്താരാഷ്ട്ര പ്രതിനിധികൾക്ക് ഒരു ബാധ്യതയായി മാറുകയും ഇന്ത്യൻ സർക്കാരിനെ പൂർണ്ണമായിട്ട് കഞ്ചാവിൻ്റെ ഉപയോഗം ഇല്ലാതാകുവാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അങ്ങനെ 1985 നവംബർ 14 രാജീവ് ഗാന്ധി സർക്കാർ ഇന്ത്യയിലെ എല്ലാ മയക്കുമരുന്നുകളെയും നിരോധിച്ചുകൊണ്ട് NDPS നിയമം നടപ്പിലാക്കുകയുണ്ടായി. അതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ NDPS നിയമത്തിൻ്റെ ജൂറിസ്ഡിക്ഷനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവനുമായിട്ടാണ്. കൂടാതെ ഈ നിയമം ഇന്ത്യയിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമായിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും ഈ നിയമം ബാധകമാണ്. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട നിർവചനങ്ങളെ നമ്മളൊന്ന് നോക്കുന്നു. സെക്ഷൻ 2 സബ്ക്ലോസ് 1 എന്ന് പറയുന്നത് അഡിക്റ്റ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് ഒരു അഡിക്റ്റ്? അഡിക്റ്റിൻ്റെ മലയാളം നിർവചനം എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. അപ്പോൾ ആരാണ് ഒരു അടിമ എന്നാൽ ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിനെയാണ് നമ്മൾ അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ ആണ് നമ്മൾ അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി സെക്ഷൻ 2 ബോർഡുണ്ട്. എന്താണ് ബോർഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 2 ബോർഡ് എന്നാൽ എന്താണ്? ബോർഡ് എന്നാൽ പറയുന്നത് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 പ്രകാരം രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിനെയാണ് ബോർഡ് എന്ന വിശേഷണത്തിൽ കൊണ്ടുവരുന്നത്. 1963 രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിനെയാണ് ബോർഡ് എന്ന നിർവചനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. ഇനി സെക്ഷൻ 3 കന്നാബീസ് എന്താണ് എന്നുള്ളതാണ്. കന്നാബീസ് അഥവാ ഹെമ്പ് എന്നാണ് പറയുന്നത്. കന്നാബീസ് ഹെമ്പ് എന്ന് വെച്ചാൽ കഞ്ചാവിൻ്റെ ചണ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2(3) പറയുന്ന കന്നാബീസ് ഹെമ്പ് അഥവാ കഞ്ചാവിൻ്റെ ചണ എന്ന് പറയുന്നത് എന്താണ്? കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് വിത്തുകളും ഇലകളും ഒഴികെയുള്ളവ. അതായത് കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നൊരു പശയാണ് കഞ്ചാവ് ചണ എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന ഒരു കറയുണ്ട്. ആ കറയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പശയാണ് കഞ്ചാവ് ചണ എന്ന് പറയുന്നത്. ഇത് ചരസെന്നും ഹാഷിഷ് ഓയിലെന്നും ലിക്വിഡ് ഹാഷിഷ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നതാണ്. ഇനി സെക്ഷൻ 2 സബ്ക്ലോസ് 4 ഉണ്ട്. അത് കന്നാബീസ് പ്ലാന്റ് ആണ്. എന്താണ് കന്നാബീസ് പ്ലാന്റ് അഥവാ കഞ്ചാവ് ചെടി എന്നാണ് പറയുന്നത്? കഞ്ചാവ് ചെടി എന്നാൽ കഞ്ചാവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെടിയെ ആണ് കഞ്ചാവ് ചെടി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കഞ്ചാവ് ചെടി എന്നാൽ കഞ്ചാവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ചെടിയെ ആണ് കഞ്ചാവ് ചെടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് സെക്ഷൻ 2 സബ്ക്ലോസ് 5 ആണ്. ഇത് കൊക്കോ ഡെറിവേറ്റീവ് എന്താണ് എന്ന നിർവചനമാണ് നൽകുന്നത്. സെക്ഷൻ 2(v) അഥവാ കൊക്ക ഡെറിവേറ്റീവ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്തുണ്ട്. അതിനെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ കൊക്ക ഡെറിവേറ്റീവ് എന്നാൽ എന്താണ്? കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്തിനെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് കൂടാതെ എഗ് ഗോണിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവുകളെയും നമ്മൾ കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയാറുണ്ട്.
കൊക്കെയിൻ എന്നാൽ ബെൻസോയിൽ എഗ്ഗോണിൻ്റെ മീഥൈൽ എസ്റ്ററും അതിൻ്റെ ലവണങ്ങളും ആണ് എന്ന നിർവചനമുണ്ട്. അതുകൂടാതെ 1% അതായത് 0.1% കൂടുതൽ കൊക്കെയിൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും എന്താണ്, കൊക്ക ഡെറിവേറ്റീവ് ആണ് എന്ന് പറയുന്നു. ഇനി സെക്ഷൻ 2 സബ് ക്ലോസ് 6 കൊക്ക ലീഫ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. കൊക്ക ലീഫ് എന്ന് വെച്ചാൽ എന്താണ്? കൊക്ക ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കയില. കൊക്കയില എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ എഗ്ഗോണിനും കൊക്കയിനും മറ്റേതെങ്കിലും ആൽക്കലോയിഡുകളും അടങ്ങിയ കൊക്ക ചെടിയുടെ ഒരു ഇല, അതിനെയാണ് കൊക്ക ഇല എന്ന് പറയുന്നത്. അപ്പോൾ കൊക്ക ഇല എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ എഗ്ഗോണിനും കൊക്കയിനും മറ്റേതെങ്കിലും ആൽക്കലോയിഡുകളും അടങ്ങിയ കൊക്കച്ചെടിയുടെ ഒരു ഇലയ്ക്ക് പറയുന്ന പേരാണ് കൊക്ക ഇല എന്ന് പറയുന്നത്. ഇതിൽ 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതമാണ് ഏത്, കൊക്ക ഇല എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 സബ് ക്ലോസ് 7 ഉണ്ട്. എന്താണ്? കൊക്ക പ്ലാന്റ് എന്നാണ് പറയുന്നത്. കൊക്ക പ്ലാന്റ് സെക്ഷൻ 2 സബ് ക്ലോസ് 7 അതിൽ കൊക്ക പ്ലാന്റ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊക്ക ചെടി എന്നാൽ പറയുന്ന കാര്യം എന്താണ്? ഹൈഡ്രോക്സിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യമുണ്ട് അല്ലേ. ഹൈഡ്രോക്സിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യം, അത് സെക്ഷൻ 2 സബ് ക്ലോസ് 7A ആണ്. അത് കൊമേഴ്ഷ്യൽ ക്വാളിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് വാണിജ്യ അളവ് എന്നാൽ മയക്കുമരുന്ന്, അതേപോലെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടിയ ഏത് അളവിനെയും നമ്മൾ വാണിജ്യ അളവ് എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്ഷൻ 2 സബ് ക്ലോസ് 7A എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ അളവ് എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏതൊരു അളവിനെയും നമ്മൾ വാണിജ്യ അളവ് അഥവാ കൊമേഴ്ഷ്യൽ ക്വാളിറ്റി എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി സെക്ഷൻ 2 7B അല്ലെ, കൺട്രോൾഡ് ഡെലിവറി ഉണ്ട്. എന്താണ് കൺട്രോൾഡ് ഡെലിവറി? സെക്ഷൻ 2 സബ് ക്ലോസ് 7B അതിൽ കൺട്രോൾഡ് ഡെലിവറി എന്ന് വെച്ചാൽ എന്താണ്? നിയന്ത്രിത ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികത, അതാണ് ഇത്. അപ്പം നിയന്ത്രിത ഡെലിവറി എന്നാൽ NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികതയാണ് ഇത്. സെക്ഷൻ 2 സബ് ക്ലോസ് 7D ഉണ്ട്. എന്താണ്? കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്നാണിത് പറയുന്നത് അല്ലേ. സെക്ഷൻ 2 സബ് ക്ലോസ് 7D കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നിയന്ത്രിത പദാർത്ഥം എന്നാൽ എന്താണ്? നിയന്ത്രിത പദാർത്ഥം എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഒരു നിയന്ത്രിത വസ്തുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വസ്തു, അതിനെയാണ് നിയന്ത്രിത പദാർത്ഥം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഒരു നിയന്ത്രിത വസ്തുവായി പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുവിനെയാണ് നമ്മൾ നിയന്ത്രിത പദാർത്ഥം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സെക്ഷൻ 2 സബ് ക്ലോസ് 8A ഉണ്ട്. എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ് അവശ്യ മയക്കുമരുന്നാണ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അവശ്യ മയക്കുമരുന്ന് എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിനും ശാസ്ത്രീയമായ ഉപഭോഗത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗാണ് ഈ അവശ്യ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിനും ശാസ്ത്രീയമായ ഉപയോഗത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗിനെയാണ് നമ്മൾ അവശ്യ മയക്കുമരുന്ന് എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി സെക്ഷൻ 2 സബ് ക്ലോസ് 8B ഉണ്ട്. അത് ഇല്ലിസിറ്റ് ട്രാഫിക് എന്നാണ് പറയുന്നത്. എന്താണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് നമുക്കൊന്ന് നോക്കാം. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനധികൃത ട്രാഫിക്കിൽ ഉൾപ്പെടുന്നവയാണ് ഇവ. മയക്കുമരുന്ന്,
സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനധികൃത ട്രാഫിക്കിൽ ഉൾപ്പെടുന്നവയാണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെക്ഷൻ 2 സബ് ക്ലോസ് 8B എന്നാണിത് അറിയപ്പെടുന്നത്. ഏതെങ്കിലും കൊക്കച്ചെടി വളർത്തുകയോ കൊക്കച്ചെടിയുടെ ഏതെങ്കിലും ഭാഗം ശേഖരിക്കുകയോ ചെയ്യുക, കറുപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുക, മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, ഗതാഗതം, വെയർഹൗസിംഗ്, മറയ്ക്കൽ, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം, അന്തർസംസ്ഥാന ഇറക്കുമതി, അന്തർസംസ്ഥാന കയറ്റുമതി, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, കൈമാറ്റം ചെയ്യൽ എന്നിവയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സെക്ഷൻ 4 സബ് ക്ലോസ് 1 മുതൽ സെക്ഷൻ 3 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ളവയല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ ഇടപെടൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 5. 1 മുതൽ 4 വരെയുള്ള ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക, അവ കൈകാര്യം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറയുന്നതാണ്. അതായത് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനധികൃത ട്രാഫിക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതായത് ഏതെങ്കിലും കൊക്കച്ചെടി വളർത്തുകയോ കൊക്കച്ചെടിയുടെ ഏതെങ്കിലും ഭാഗം ശേഖരിക്കുകയോ ചെയ്യുക, കറുപ്പ് അഥവാ ഒപ്പിയം, പോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുക, മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, ഗതാഗതം, വെയർഹൗസിംഗ്, മറയ്ക്കൽ, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം, അന്തർസംസ്ഥാന ഇറക്കുമതി, അന്തർസംസ്ഥാന കയറ്റുമതി, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി എന്നിവ കൈമാറ്റം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുക. 1 മുതൽ 3 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ളവയല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ ഇടപെടലുകൾ, 1 മുതൽ 4 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക, അവ കൈകാര്യം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി സെക്ഷൻ 2 മാനുഫാക്ചർ ഉണ്ട്. എന്താണ് സെക്ഷൻ 2 മാനുഫാക്ചർ എന്ന് നമുക്കൊന്ന് നോക്കാം. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം എന്നതിൽ ഉൾപ്പെടുന്നവയാണ് ഇവ. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം എന്നതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അത്തരം മരുന്നുകളോ വസ്തുക്കളോ ലഭിക്കാനിടയുള്ള ഉൽപ്പാദനമല്ലാത്ത എല്ലാ പ്രക്രിയകളും ഇതിൽ ഉൾപ്പെടുന്നു. അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ ശുദ്ധീകരണം, അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ പരിവർത്തനം, അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ അടങ്ങിയ ഔഷധക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ലാത്ത പദാർത്ഥം ഒരു ഫാർമസിയിൽ തയ്യാറാക്കുക, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതായത് മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം എന്നതിൽ ഉൾപ്പെടുന്നവ എന്ന് പറയുന്നത് അത്തരം മരുന്നുകളോ വസ്തുക്കളോ ലഭിക്കാനിടയുള്ള ഉൽപ്പാദനമല്ലാത്ത എല്ലാ പ്രക്രിയകളും, അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ ശുദ്ധീകരണം, അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ പരിവർത്തനം, അത്തരം മരുന്നുകളോ വസ്തുക്കളോ അടങ്ങിയ ഔഷധക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ലാത്ത പദാർത്ഥം ഒരു ഫാർമസിയിൽ തയ്യാറാക്കുക എന്നിവയാണ്. സെക്ഷൻ 2 സബ് ക്ലോസ് 11 പ്രകാരം എന്താണ് മാനുഫാക്ചേർഡ് ഡ്രഗ് എന്ന് പറയുന്നത്? അതായത് നിർമ്മിത മരുന്ന് എന്നാൽ എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാ കൊക്ക ഡെറിവേറ്റീവുകൾ, ഔഷധ കഞ്ചാവ്, കറുപ്പിൻ്റെ ഡെറിവേറ്റീവുകൾ, പോപ്പി സ്ട്രോക്ക് കോൺസെൻട്രേറ്ററുകൾ എന്നിവയെല്ലാമാണ് ഇത്. എല്ലാ കൊക്ക ഡെറിവേറ്റീവുകൾ, ഔഷധ കഞ്ചാവ്, കറുപ്പിൻ്റെ ഡെറിവേറ്റീവുകൾ, പോപ്പി സ്ട്രോക്ക് കോൺസെൻട്രേറ്ററുകൾ എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ നിർമ്മിത മരുന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. സെക്ഷൻ 2 സബ് ക്ലോസ് 12 മെഡിസിനൽ കന്നാബീസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, മെഡിസിനൽ കന്നാബീസ് ഔഷധ കഞ്ചാവ് എന്നാൽ കഞ്ചാവിൻ്റെ ഏതെങ്കിലും സത്ത് അല്ലെങ്കിൽ കഷായക്കൂട്ടാണ്. അല്ലേ, കഞ്ചാവിൻ്റെ ഏതെങ്കിലും സത്ത അല്ലെങ്കിൽ കഷായക്കൂട്ടിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഔഷധ കഞ്ചാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സെക്ഷൻ 2 സബ് ക്ലോസ് 14 അഥവാ നാർക്കോട്ടിക് ഡ്രഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, സെക്ഷൻ 2 സബ് ക്ലോസ് 14 നാർക്കോട്ടിക് ഡ്രഗാണ്. മയക്കുമരുന്ന് എന്നാൽ കൊക്കയില, കഞ്ചാവ്, ഹെമ്പ്, കറുപ്പ്, പോപ്പി സ്ട്രോ കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്ഷൻ 2 സബ് ക്ലോസ് 14 നാർക്കോട്ടിക് ഡ്രഗുമായി ബന്ധപ്പെട്ട് എന്താ പറയണം? മയക്കുമരുന്ന് എന്നാൽ കൊക്കയില, കഞ്ചാവ്, ഹെമ്പ്, കറുപ്പ്, പോപ്പി സ്ട്രോ കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി സെക്ഷൻ 2 സബ് ക്ലോസ് 15 ഉണ്ട്, ഒപ്പിയം. അല്ലേ, എന്താണ് സെക്ഷൻ 2?
സബ് ക്ലോസ് 15 ഒപ്പിയം പറയുന്നത്. കറുപ്പ് എന്നാൽ എന്താണ്? ഒപ്പിയം പോപ്പിയുടെ കറുപ്പ് കട്ടിയായ ജ്യൂസാണ്. ഒപ്പിയം പോപ്പിയുടെ കട്ടിയായ ജ്യൂസ് എന്ന് പറയുന്നത് കറുപ്പ് എന്ന രീതിയിൽ പറയാം, അല്ലെ? പോപ്പി ചെടിയുടെ കട്ടിയായ ജ്യൂസിനെ കറുപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ 0.2% കൂടാതെ മോർഫിൻ്റെ ഒരു പ്രിപ്പറേഷനും ഉൾപ്പെടുന്നില്ല. സെക്ഷൻ 2 സബ് ക്ലോസ് 15 എന്താണ്? ഒപ്പിയം ഡെറിവേറ്റീവ്. കറുപ്പ് ഡെറിവേറ്റീവ് എന്നാൽ എന്താണ് എന്ന് പറയുന്നുണ്ട്. ഔഷധക്കറുപ്പുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഔഷധ ഉപയോഗത്തിന് അനുയോജ്യമായ തരത്തിൽ തയ്യാറാക്കപ്പെട്ട കറുപ്പിനെയാണ് ഔഷധ കറുപ്പ് എന്ന് പറയുന്നത്. തയ്യാറാക്കപ്പെട്ട കറുപ്പുണ്ട്. എന്താണ് തയ്യാറാക്കപ്പെട്ട കറുപ്പ്? പുകവലിക്ക് അനുയോജ്യമായ ഒരു സത്തിൽ പരിവർത്തനം നടത്തുക വഴി കിട്ടുന്ന കറുപ്പിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നമാണ് നമ്മളീ പറഞ്ഞ ഏത് കറുപ്പ്? തയ്യാറാക്കപ്പെട്ട കറുപ്പ് എന്ന് പറയുന്നത്. ഫിനാൻത്രീൻ ആൽക്കലോയിഡുകൾ എന്താണ്? ഫിനാൻത്രീൻ ആൽക്കലോയിഡുകൾ കോഡീൻ, തേബൈൻ, അവയുടെ ലവണങ്ങൾ, മോർഫിൻ എന്നിവയാണ് ഈ പറയുന്ന ഫിനാൻത്രീൻ ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. ഫിനാൻത്രീൻ ആൽക്കലോയിഡുകൾ കോഡീൻ, തേബൈൻ, അവയുടെ ലവണങ്ങൾ, മോർഫിൻ എന്നിവയടങ്ങിയതാണ്. ഡൈ അസറ്റൈൽ മോർഫിൻ ഉണ്ട്. എന്താണ് ഡൈ അസറ്റൈൽ മോർഫിൻ? ആൽക്കലോയിഡ്, ഡയമോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ ഇവയുടെ ലവണങ്ങൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡൈ അസറ്റൈൽ മോർഫിൻ എന്ന് പറയുന്നത്. 0.2% കൂടുതൽ മോർഫിനോ ഡയസൈറ്റൈൽ മോർഫിനോ അടങ്ങിയ എല്ലാ പ്രിപ്പറേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഒപ്പിയം പോപ്പിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒപ്പിയം പോപ്പിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2 സബ് ക്ലോസ് 17 എന്ന് പറയുന്നത്. ഇത് പപ്പാവർ സോംനിഫറം എൽ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പപ്പാവർ സോംനിഫറം എൽ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത്. കറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഹീൻ ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പപ്പാവറിൻ്റെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതും ഈ നിയമത്തിൻ്റെ ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ഒപ്പിയം പോപ്പി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചെടിയാണ് ഇത്. കറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഹീൻ ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പപ്പാവറിൻ്റെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതും ഈ നിയമത്തിൻ്റെ ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ഒപ്പിയം പോപ്പി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചെടിയാണ് ഇത്. സെക്ഷൻ 2 സബ് ക്ലോസ് 18 ഉണ്ട്. എന്താണ് സെക്ഷൻ 2 സബ് ക്ലോസ് 18 എന്ന് പറയുന്നത്? പോപ്പി സ്ട്രോ എന്ന് പറയുന്നത് എന്താണ്? പോപ്പി സ്ട്രോ എന്നാൽ എന്താണ്? ഒപ്പിയം പോപ്പിയുടെ എല്ലാ ഭാഗങ്ങളും, അല്ലെ? ഒപ്പിയം പോപ്പിയുടെ എല്ലാ ഭാഗങ്ങളും വിത്തുകൾ ഒഴികെയുള്ളത് എന്താണ്? വിളവെടുപ്പിന് ശേഷം അവയുടെ യഥാർത്ഥ രൂപത്തിലോ മുറിച്ചോ പൊടിച്ചോ അതിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്തതോ അല്ലാത്തതോ ആയവയാണ് ഈ പറയുന്ന ഏത്? നമ്മളുടെ ഈ പോപ്പി സ്ട്രോ എന്ന് പറയുന്നത്. പോപ്പി സ്ട്രോ എന്നാൽ എന്താണ്? ഒപ്പിയം പോപ്പിയുടെ എല്ലാ ഭാഗങ്ങളും വിളവെടുപ്പിന് ശേഷം അവയുടെ യഥാർത്ഥ രൂപത്തിലോ മുറിച്ചോ പൊടിച്ചോ അതിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്തതോ അല്ലാത്തതോ ആയവയാണ് പോപ്പി സ്ട്രോ എന്ന് പറയുന്നത്. സെക്ഷൻ 23 ഉണ്ട്. അതെന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന സാധനമാണ് സെക്ഷൻ 2 സബ് ക്ലോസ് 23 എന്ന് പറയുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥം എന്നാൽ എന്താണ്? ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ ഏതെങ്കിലും പദാർത്ഥം, ഏതെങ്കിലും പ്രകൃതിദത്ത വസ്തുക്കൾ, അവയുടെ ലവണങ്ങൾ, ഇവയാണ് സൈക്കോട്രോപിക് പദാർത്ഥം എന്ന് പറയുന്നത്. ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു പദാർത്ഥമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏത്? ഈ സൈക്കോട്രോപിക് പദാർത്ഥം എന്ന് പറയുന്നത്. സൈക്കോട്രോപിക് മരുന്നുകൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാനിടയാക്കുന്നവയും അതുവഴി അവനിൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നവയാണ്. അപ്പോൾ സൈക്കോട്രോപിക് മരുന്നുകൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാനിടയാക്കുന്നവയും അതുവഴി അവനിൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവയുമാണ്. ഉദാഹരണമായിട്ട് ഹെറോയിനും കൊക്കൈനുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഹെറോയിനും കൊക്കൈനും ഉൾപ്പെടുന്നു. സെക്ഷൻ 2 സബ് ക്ലോസ് 23A എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് സ്മോൾ ക്വാണ്ടിറ്റി എന്നതിൻ്റെ നിർവചനമാണ് പറയുന്നത്. സെക്ഷൻ 2 സബ് ക്ലോസ് 23A എന്നത് സ്മാൾ ക്വാണ്ടിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ അളവ് എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ അളവിനെയാണ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പേരിട്ട് പരാമർശിക്കുന്നത്. ഡ്രഗ്സ് പ്രസൻറ്റ് സിനാരിയോ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ സാഹചര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്.
ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ആശ്രയിക്കുന്ന വ്യക്തികളുള്ള ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിൽ ജനസംഖ്യ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു 150 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 1% മയക്കുമരുന്നിന് അടിമകളാണെങ്കിൽ 1.5 കോടി ജനതയാണ് മയക്കുമരുന്നിന് അടിമ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. പല ലോകരാജ്യങ്ങളിലും ഇത്രയും ജനസംഖ്യ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യയുടെ സിംഹഭാഗം വരുമെന്നതിനാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ആശ്രയിക്കുന്ന വ്യക്തികളുള്ള ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് എന്നാണ് പറയുന്നത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസിൻ്റെ ദേശീയ മയക്കുമരുന്ന് ആശ്രിത ചികിത്സാ കേന്ദ്രം വഴി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം നടത്തിയ ഇന്ത്യയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ വ്യാപ്തിയും പാറ്റേണും സംബന്ധിച്ച ദേശീയ സർവേ പ്രകാരം ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഡ്രഗ് ഇനങ്ങളാണ് മദ്യം, കഞ്ചാവ്, ഭാങ്ക്, ഗഞ്ച, ചരസ്, ഒപ്പിയോയിഡുകൾ, അതായത് ഒപ്പിയം, ഹെറോയിൻ, ഫാർമസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡുകൾ, കൊക്കൈൻ, ആംഫെറ്റാമൈൻ, ടൈപ്പ് സ്റ്റിമുലൻറ്റുകൾ, ATS, സെഡേറ്റീവ്സ്, ഇൻഹലൻറ്റുകൾ, ഹാലോജനുകൾ എന്നിവയാണ് അവ. എന്താണ് കഞ്ചാവ് എന്ന് നമുക്ക് നോക്കാം. അല്ല, എന്താണ് കഞ്ചാവ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കഞ്ചാവ് ഇനങ്ങളാണ് ഭാങ്ക്, ഗഞ്ച, ചരസ് എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കഞ്ചാവ് ഇനങ്ങളാണ് ഭാങ്ക്, ഗഞ്ച, ചരസ് എന്നിവ. 2.8% ഇന്ത്യക്കാരും 3.1 കോടി വ്യക്തികൾ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? 2.8% ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഏകദേശം 3.5 കോടിയോളം വരെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ ഭാങ് ഉപയോഗിക്കുന്ന ആളുകളെന്ന് പറയണതോ 1.3 കോടി ഉപഭോക്താക്കളാണ്, അല്ലേ? ചരസ് അതുപോലെ ഗഞ്ച എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് 2.2 കോടി ഉപഭോക്താക്കളെന്ന് പറയുന്നത്. ഇതേപോലെ വീണ്ടും നമ്മൾ നോക്കിയാലോ, ഏകദേശം 72% വ്യക്തികൾ കഞ്ചാവ് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന ആൾക്കാരാണ് 72 ലക്ഷം വ്യക്തികളെന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ കഞ്ചാവിൻ്റെ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, സിക്കിം, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നിവയാണ് ദേശീയ തലത്തിൽ കഞ്ചാവിൻ്റെ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ കഞ്ചാവ് ഉപയോഗിക്കുക വഴിയുള്ള തകരാറുകൾ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് സിക്കിമും പഞ്ചാബും. ഇവിടെ ജനങ്ങൾ വളരെ കൂടുതലായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒപ്പിയോയിഡുകളുണ്ട്. എന്താണ് ഒപ്പിയോയിഡുകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന ഒപ്പിയോയിഡുകളാണ് കറുപ്പ്, ഹെറോയിന്, ഫാർമസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡുകളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന ഒപ്പിയോയിഡുകളാണ് കറുപ്പ്, ഹെറോയിൻ, ഫാർമാസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡുകൾ എന്നിവ. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒപ്പിയോയിഡ് ഹെറോയിനാണ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒപ്പിയോയിഡ് ഏതാണ്? ഹെറോയിനാണ്. അതിൻ്റെ നിലവിലെ ഉപയോഗം എന്ന് പറയുന്നത് 1.14%. ഉപഭോഗത്തിൽ 2ാം സ്ഥാനത്തുള്ള ഒപ്പിയോയിഡ് ഫാർമസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡാണ്. നിലവിൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് 0.96%. ഉപഭോഗത്തിൽ 3ാം സ്ഥാനത്തുള്ള ഒപ്പിയോയിഡാണ് കറുപ്പ് അഥവാ പോപ്പി എന്ന് പറയും. നിലവിലെ ഉപയോഗം എന്ന് പറയുന്നത് 0.52%. കറുപ്പ്, ഫാർമസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡുകൾ എന്നിവയേക്കാൾ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒപ്പിയോയിഡ് എന്ന് പറയുന്നത് ഹെറോയിനാണ്. ഇന്ത്യയിൽ ഒപ്പിയോയിഡ് ഉപഭോഗ വൈകല്യമുള്ളവരിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒപ്പിയോയിഡ് ഉപഭോഗ വൈകല്യമുള്ളവരിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവ. ഇനി സെഡേറ്റീവ്സ് ഉണ്ട്. എന്താണ് സെഡേറ്റീവ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. സെഡേറ്റീവ്സ് എന്താണ്? ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് സെഡേറ്റീവ്സ് ഉപയോഗിച്ചു വരുന്നുണ്ട്. മെഡിക്കൽ ഉപയോഗത്തിനുള്ള നിയമാനുസൃത അനുമതി ലഭിച്ച സെഡേറ്റീവുകളെയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സെഡേറ്റീവുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. മെഡിക്കൽ ഉപയോഗത്തിനുള്ള നിയമാനുസൃത അനുമതി ലഭിച്ച സെഡേറ്റീവുകളെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സർവേ പ്രകാരം 10 മുതൽ 75 വയസ്സ് പ്രായമുള്ള ഇന്ത്യക്കാരിൽ 1.08% ആളുകളാണ് സെഡേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവേ പ്രകാരം 10 മുതൽ 75 വയസ്സ് പ്രായമുള്ള ഇന്ത്യക്കാരിൽ 1.08% ആളുകൾ സെഡേറ്റീവിൻ്റെ ഉപയോക്താക്കളാണ്.
ഒരു മെഡിക്കൽ ഇതര കുറിപ്പടി ഇല്ലാതെയുള്ള ഉപയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ സെഡേറ്റീവ് ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവയാണ് ഇന്ത്യയിൽ സെഡേറ്റീവിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവയാണ്. ഇനി ഇൻഹലൻറ്റുകളുണ്ട്. എന്താണ് ഇൻഹാലൻറ്റുകളെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ഇൻഹാലൻറ്റുകളെന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യരെ സൈക്കോ ആക്കാൻ കഴിയുന്ന അസ്ഥിര രാസപദാർത്ഥങ്ങളെയാണ് ഇൻഹാലൻറ്റുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരെ സൈക്കോ ആക്കാൻ കഴിയുന്ന അസ്ഥിര രാസപദാർത്ഥങ്ങളെയാണ് ഇൻഹലൻറ്റുകളെന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 10 മുതൽ 75 വയസ്സിനിടയിൽ 0.7% ആളുകൾ ഇൻഹലൻറ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 10 മുതൽ 75 വയസ്സിനിടയിൽ 0.7% ആളുകൾ ഇൻഹലൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളും കൗമാരക്കാരുമാണ് ഇൻഹലൻറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. കൊക്കെയിനുണ്ട്. എന്താണ് കൊക്കെയിൻ? സർവേ പ്രകാരം ഇന്ത്യയിൽ കൊക്കെയിൻ ഉപഭോക്താക്കൾ വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. കൊക്കെയിൻ ഉപഭോക്താക്കൾ 0.10%, 0.10% എന്നാണ് പറയുന്നത്. അപ്പോൾ 0.10%, ആംഫാറ്റൈമിൻ തരത്തിലുള്ള ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്നവർ 0.18%, ഹാലുസിനോജൻ ഉപഭോക്താക്കളാണെങ്കിൽ 0.12%. ഇന്ത്യയിൽ കൊക്കെയിൻ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, കർണാടക എന്നിവയാണ് ഇന്ത്യയിൽ കൊക്കെയിൻ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. ഇനി യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. എന്താണ് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത്? മയക്കുമരുന്ന് ദുരുപയോഗമാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഒരു വ്യക്തി ചില ലഹരി മരുന്നുകളോട് ആശ്രയത്വം പുലർത്തുന്നതിനെയാണ് മയക്കുമരുന്ന് ദുരുപയോഗം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ചില ലഹരി മരുന്നുകളോട് ആശ്രയത്വം പുലർത്തുന്നതിനെയാണ് നമ്മൾ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, അല്ലേ? സബ്സ്റ്റൻസ് അഡിക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ, സബ്സ്റ്റൻസ് അഡിക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കൊക്കെയിൻ, മദ്യം, കറുപ്പ്, ഹെറോയിൻ, കഞ്ചാവ്, ചരസ്, ഭാങ്, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, വേദനാസംഹാരികൾ, കഫീൻ, പുകയില തുടങ്ങിയവ ലഹരിക്കായിട്ട് സ്ഥിരമായി ഉപയോഗിക്കുക വഴി കാലക്രമേണ മയക്കുമരുന്നുകളോടുള്ള അടിമത്തം ശക്തമാവുകയും സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊക്കെയിൻ, മദ്യം, കറുപ്പ്, ഹെറോയിൻ, കഞ്ചാവ്, ചരസ്, ഭാങ്, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, വേദനാസംഹാരികൾ, കഫീൻ, പുകയില തുടങ്ങിയവ ലഹരിക്കായിട്ട് സ്ഥിരമായി ഉപയോഗിക്കുക വഴി കാലക്രമേണ മയക്കുമരുന്നുകളോടുള്ള അടിമത്തം ശക്തമാവുകയും സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇനി മരുന്നുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, മരുന്നുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത്? മയക്കുമരുന്നിൻ്റെ സ്വഭാവമനുസരിച്ച് അവ പുകവലിക്കുകയോ മൂക്കിലൂടെ കയറ്റുകയോ വായിലൂടെ കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മയക്കുമരുന്നിൻ്റെ സ്വഭാവമനുസരിച്ച് അവ പുകവലിക്കുകയോ മൂക്കിലൂടെ കയറ്റുകയോ വായിലൂടെ കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. ഹെറോയിൻ പോലെയുള്ള ചില മരുന്നുകൾ ഒന്നിലധികം തരത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഹെറോയിൻ പോലുള്ള ചില മരുന്നുകൾ ഒന്നിലധികം തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഹെറോയിൻ പുകവലിക്കുകയും അതേസമയം ശുദ്ധമായ ഹെറോയിൻ കുത്തിവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കുത്തിവയ്പ്പുകൾ വായിലൂടെയുള്ള ഉപയോഗത്തെക്കാളും പുകവലിയേക്കാളും ഉയർന്ന തോതിൽ കണ്ടുവരും. നമ്മൾ നിത്യമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ചകളല്ലേ ഇതൊക്കെ. അതിനാൽ മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നത് വായുവിലൂടെയുള്ള ഉപയോഗത്തെക്കാളും പുകവലിയേക്കാളും ദോഷകരമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇനി എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. എന്താണ് മയക്കുമരുന്നുകളുടെ പാർശ്വഫലങ്ങളെന്നാണ് ഇത് പറയുന്നത്. മയക്കുമരുന്നിൻ്റെ സ്വഭാവമനുസരിച്ച് അത് ദുരുപയോഗം ചെല്ലുമ്പോൾ പലതരം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം മയക്കുമരുന്നിൻ്റെ സ്വഭാവമനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അവരെ കൂടുതൽ സജീവവുമാക്കുന്നു. അത് വാസ്തവമാണ്, അല്ലേ? ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അവരേത് കൂടുതൽ സജീവവും ആക്കുന്നുണ്ട്. സൈനികരെ കൂടുതൽ സജീവമാക്കുന്നതിന് യുദ്ധകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഉത്തേജക മരുന്നാണ് ആംഫാറ്റമൈൻ എന്ന് പറയുന്നു, അല്ലേ? സൈനികരെ കൂടുതൽ സജീവമാക്കുന്നതിന് യുദ്ധകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഉത്തേജക മരുന്നാണ് ആംഫെറ്റാമൈൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്.
ഉറക്കം ലഭിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു മരുന്നാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഉറക്കം ലഭിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു മരുന്നാണ് കറുപ്പ് എന്ന് പറയുന്നത്. വ്യക്തിയിൽ ഒരു ഹാലുസിനേഷനുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു മരുന്നുണ്ടതാണ് ഹാലൂസിനേജനുകൾ അഥവാ LSD എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയിൽ ഒരു തരം ഭ്രമാത്മകത സൃഷ്ടിക്കുന്ന ഉത്തേജക മരുന്ന് എന്ന് പറയുന്നത്. വ്യക്തിയുടെ ഉറക്കം കെടുത്താതെ ഞരമ്പുകളെ ശാന്തമാക്കുന്ന ഒരു ഉത്തേജക മരുന്നുണ്ട്. അതാണ് ട്രാങ്ക്വിലൈസറുകൾ എന്ന് പറയുന്നത്. വ്യക്തിയുടെ ഉറക്കം കെടുത്താതെ ഞരമ്പുകളെ ശാന്തമാക്കുന്ന ഉത്തേജക മരുന്നിൻ്റെ പേരാണ് ട്രാങ്ക്വിലൈസറുകൾ എന്ന് പറയും. ഇനി 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, 3 തരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട്. അതൊക്കെ നാച്ചുറൽ, സെമി നാച്ചുറൽ, സിന്തറ്റിക് വിത്ത് കോമൺ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. നാച്ചുറൽ, സെമി, സിന്തറ്റിക് വിത്ത് കോമൺ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്. അടുത്തത് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. എന്താണ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്? അത് ദുരുപയോഗം ചെയ്യുന്ന മരുന്നുകളാണല്ലോ. അബ്യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്ന മരുന്നുകളെ 3 തരംതിരിക്കുന്നുണ്ട്. അതിലൊന്ന് സ്വാഭാവിക മരുന്നുകളെന്ന് പറയുന്നതാണ്. 2 സെമി സിന്തറ്റിക് മരുന്നുകളെന്ന് പറയുന്നുണ്ട്. 3 സിന്തറ്റിക് മരുന്നുകളെന്ന് പറയുന്നുണ്ട്. 4 പ്രകൃതിദത്ത സ്വാഭാവിക മരുന്നുകളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവിക മരുന്നുകൾ, സെമി സിന്തറ്റിക് മരുന്നുകൾ, സിന്തറ്റിക് മരുന്നുകൾ, പ്രകൃതിദത്ത സ്വാഭാവിക മരുന്നുകൾ എന്നിവയുമുണ്ട്. ഇനി താഴെ പറയുന്ന 3 സസ്യങ്ങളിൽ ഒന്നിൽ നിന്നാണ് പ്രകൃതിദത്ത മരുന്നുകൾ നിർമ്മിക്കുന്നത്. താഴെ പറയുന്ന 3 സസ്യങ്ങളിൽ ഒന്നിൽ നിന്നാണ് പ്രകൃതിദത്ത മരുന്നുകൾ നിർമ്മിക്കുന്നത്. അതായത് പ്രകൃതിദത്ത മരുന്നുകൾ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന 3 സസ്യങ്ങളിൽ ഒന്നിൽ നിന്നാണ്. അതിൽ ഒന്നാമത്തെ എന്താണ്? ഒപ്പിയം പോപ്പി എന്ന് പറയും. ഒപ്പിയം പോപ്പിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പപ്പാവർ സോംനിഫറം എന്ന് പറയുന്നു. രണ്ടാമത്തേത് പപ്പാവർ സോംനിഫറമാണ്. മൂന്നാമത്തേത് കഞ്ചാവ് കൊക്ക എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേത് കഞ്ചാവ് കൊക്ക എന്ന് പറയുന്നതാണ്. അടുത്തത് ഒപ്പിയം പോപ്പി ചെടി എന്ന് വെച്ചാൽ എന്താണ്? മനോഹരമായ ചുവപ്പും വെള്ളയും പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നൊരു ചെടിയാണ് ഒപ്പിയം പോപ്പി ചെടി എന്ന് പറയുന്നത്. ഒപ്പിയം പോപ്പി ചെടി മനോഹരമായ ചുവപ്പും വെള്ളയും പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ബോളുകളായിട്ടാണ് പാകമാകുന്നത്. ലാൻസിങ് എന്ന ഒരു പ്രക്രിയയിലൂടെ ബോളുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ലാക്ടെക്സ് പുറത്തേക്ക് ഒഴുകുകയും ബോളിൻ്റെ ഉപരിതലത്തിൽ പറ്റി നിൽക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ലാറ്റക്സ് തവിട്ട് കലർന്ന കറുപ്പ് ഗമ്മി റെസിനസായിട്ട് മാറും. ഈ വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറുപ്പ് അല്ലെങ്കിൽ കറുപ്പ് ഗം എന്ന് വിളിക്കുന്നത്. ഇത് വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ലഹരി മരുന്നാണ് കറുപ്പ് എന്ന് പറയുന്നത്. കഞ്ചാവ് ചെടി എന്നതെന്താണ്? വേഗത്തിൽ വളരുന്നതും നിയമവിരുദ്ധമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നുമാണ് കഞ്ചാവ് ചെടി എന്ന് പറയുന്നത്. കഞ്ചാവിൻ്റെ പുഷ്പമായ അഗ്രഭാഗത്തിനെയാണ് ഗംഛ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കഞ്ചാവിൻ്റെ പുഷ്പമായിട്ടുള്ള അഗ്രഭാഗമാണ് ഗംഛ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്നതിനെ റസിൻ ഹാഷിഷ് അല്ലെങ്കിൽ ചരസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നു. ചെടിയുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്നതിനെ റസിൻ ഹാഷിഷ് അല്ലെങ്കിൽ ചരസ് എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഹാഷിഷ് എണ്ണ, അതായത് ഹാഷിഷ് ഓയിൽ വാറ്റിയെടുക്കലിലൂടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഹാഷിഷ് എണ്ണ വാറ്റിയെടുക്കലിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൊക്ക ചെടിയുടെ ഇലകളും ഈ ഇലകളിൽ നിന്നുള്ള കൊക്ക പേസ്റ്റും ഉത്തേജക മരുന്നുകളും ഇവിടെ ലഭ്യമാണെന്നാണ് പറയുന്നത്. കൊക്ക ചെടിയുടെ ഇലകളും ഈ ഇലകളിൽ നിന്നുള്ള കൊക്ക പേസ്റ്റും ഉത്തേജക മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ കറുപ്പ്, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, കൊക്ക ഇലകൾ, കൊക്ക പേസ്റ്റ് എന്നിവ പ്രകൃതിദത്ത മരുന്നുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അർദ്ധ സിന്തറ്റിക് മരുന്നുകളുണ്ട്. എന്താണ് അർദ്ധ സിന്തറ്റിക് മരുന്നുകളെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രകൃതിദത്ത മരുന്നുകളെ രാസപ്രക്രിയയിലൂടെ അതിലെ സജീവ ഘടകത്തെ വേർപെടുത്തിയോ പരിഷ്കരിക്കുകയോ ചെയ്യുക വഴിയാണ് സെമി സിന്തറ്റിക് മരുന്നുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അർദ്ധ സിന്തറ്റിക് മരുന്നുകൾ അഥവാ സെമി സിന്തറ്റിക് മരുന്നുകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്ത മരുന്നുകളെ രാസപ്രക്രിയയിലൂടെ അതിലെ സജീവ ഘടകത്തെ വേർപെടുത്തിയോ പരിഷ്കരിക്കുകയോ ചെയ്യുക വഴിയാണ് സെമി സിന്തറ്റിക് മരുന്നുകൾ നിർമ്മിക്കുന്നത്. കറുപ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെമി സിന്തറ്റിക് മരുന്നുകളാണ് മോർഫിൻ, കോഡീൻ, ഹെറോയിൻ എന്നിവ. കറുപ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സെമി സിന്തറ്റിക് മരുന്നുകളാണ് മോർഫീൻ, കോഡീൻ, ഹെറോയിൻ എന്നിവ. കൊക്ക ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെമി സിന്തറ്റിക് മരുന്നിനെയാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. കൊക്ക ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെമി സിന്തറ്റിക് മരുന്നാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. സിന്തറ്റിക് മരുന്നുകളുണ്ട്. എന്താണ് സിന്തറ്റിക് മരുന്നുകൾ? സിന്തറ്റിക് മരുന്നുകൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായിട്ടും രാസപ്രക്രിയയിലൂടെയാണ്. സിന്തറ്റിക് മരുന്നുകൾ പൂർണ്ണമായിട്ടും നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? രാസപ്രക്രിയയിലൂടെയാണ്. സിന്തറ്റിക് മരുന്നുകളുടെ ചില ഉദാഹരണങ്ങളുണ്ട്. എന്തെല്ലാമാണ് സിന്തറ്റിക് മരുന്നുകളുടെ ചില ഉദാഹരണങ്ങൾ? ആംഫെറ്റാമൈൻസ്, എക്സ്റ്റാസി, ഡയസ്ലെപ്പാം, മെഥക്വലോൺ, സാധാരണയായി മാൻഡ്രക്സ് എന്നും ഇതിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ സിന്തറ്റിക് മരുന്നുകൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ പറയുന്ന ആംഫെറ്റാമൈൻസ്, ഈ
എക്സ്റ്റേസി, ഡയസെപ്പാം, മെഥക്വലോൺ ഇവയെല്ലാം. ഇനി അടുത്ത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തേത് മയക്കുമരുന്നുകളാണ്. അല്ല, എന്താണ് മയക്കുമരുന്നുകൾ? മയക്കുമരുന്നുകൾ എന്താണ്? മയക്കുമരുന്നുകൾ തരം തിരിക്കുകയും അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നത് മയക്കുമരുന്നുകളെ സംബന്ധിച്ച് 1961 UN സിംഗിൾ കൺവെൻഷൻ എടുത്ത തീരുമാനപ്രകാരമാണ്. മയക്കുമരുന്നുകളെ തരംതിരിക്കുകയും അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നത് മയക്കുമരുന്നുകളെ സംബന്ധിച്ച് 1961 UN സിംഗിൾ കൺവെൻഷൻ 1972 വരുത്തിയ ഒരു ഭേദഗതിയിലൂടെയാണ്. സിംഗിൾ കൺവെൻഷൻ എന്താണ്? സിംഗിൾ കൺവെൻഷൻ വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും മാത്രമായിട്ട് മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, വിതരണം, വ്യാപാരം, ഉപയോഗം, കൈവശം വയ്ക്കൽ എന്നിവയെ പരിമിതപ്പെടുത്തുന്നുണ്ട്. സിംഗിൾ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും മാത്രമായിട്ട് മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും നിർമ്മാണവും കയറ്റുമതിയും ഇറക്കുമതിയും വിതരണവും വ്യാപാരവും ഉപയോഗവും കൈവശം വയ്ക്കലും എന്നിവയെ പരിമിതപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുണ്ട്. എന്താണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ 1971 ഐക്യരാഷ്ട്രസഭയുടെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ അതിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെന്ന് പറയുന്നവയെ 1971 ഐക്യരാഷ്ട്രസഭയുടെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. UN കൺവെൻഷൻ്റെ ലക്ഷ്യം എന്താണ്? UN കൺവെൻഷൻ്റെ ലക്ഷ്യം ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ആവശ്യങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുക എന്നതാണ് UN കൺവെൻഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. UN കൺവെൻഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ആവശ്യങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുക എന്നതാണ്. ചില സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ചികിത്സാ മൂല്യമുള്ളവയാണെങ്കിലും അവ ദുരുപയോഗിക്കുന്നതിൻ്റെ ഗുരുതരമായ അപകട സാധ്യത ഉള്ളവയാണ്. ചില സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ചികിത്സാ മൂല്യമുള്ളവ ആണെങ്കിലും അവ ദുരുപയോഗം വയ്ക്കുന്നത് മൂലം ഗുരുതരമായ അപകട സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള 1971 UN കൺവെൻഷൻ്റെ അനുബന്ധം 4 ഷെഡ്യൂളുകളായിട്ട് പദാർത്ഥങ്ങളെ തരംതിരിക്കുന്നുണ്ട്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള 1971 UN കൺവെൻഷൻ്റെ അനുബന്ധം എന്ന് പറയുന്നത് 4 ഷെഡ്യൂളുകളായിട്ട് പദാർത്ഥങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സെക്ഷൻ 20 ആണ്. അല്ലേ, ഒന്ന് സെക്ഷൻ 20 എന്താണ്? കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 20 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പിനെയാണ് സെക്ഷൻ 20 എന്ന് പറയുന്നത്. NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുകയാണെങ്കിൽ ശിക്ഷ എത്രയാണ്? 10 വർഷം വരെയാകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയുമാണ് ഉള്ളത്. അപ്പോൾ NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുകയാണെങ്കിലുള്ള ശിക്ഷ 10 വർഷം വരെയാകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയുമാണ്. ഇനി നമുക്ക് NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോകുക, അന്തർ സംസ്ഥാന കയറ്റുമതി ഇറക്കുമതി ചെയ്യുക എന്നിവയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോവുക, അന്തർ സംസ്ഥാന കയറ്റുമതി ഇറക്കുമതി എന്നിവ ചെയ്യുക ഇവയ്ക്കുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നത് ചെറിയ അളവിലാണെങ്കിൽ അതിന് ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ ആകാവുന്ന കഠിന തടവ് അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത്. വാണിജ്യ അളവിനേക്കാൾ കുറവും എന്നാൽ ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം വരെ ആകാവുന്ന പിഴയുമാണ്. വാണിജ്യപരമായ അളവാണെങ്കിൽ ശിക്ഷയോ 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്തതും എന്നാൽ 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയുമാണ് ഉള്ളത്. എന്നാൽ കോടതിക്ക് വിധിയിന്മേൽ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ പിഴ ചുമത്താവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി സെക്ഷൻ 21 ഉണ്ട്. എന്താണ് സെക്ഷൻ 21 എന്ന് നമുക്ക് നോക്കാം.
ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്നുകളും അവയുടെ പ്രിപ്പറേഷനുകളുമായും ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21. ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്നുകളും അവയുടെ പ്രിപ്പറേഷനുകളുമായും ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21. NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൈമാറ്റം ചെയ്യുക, അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി എന്നിവ നടത്തുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൈമാറ്റം ചെയ്യുക, അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി എന്നിവ നടത്തുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം ലംഘനം ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെയാകാവുന്ന കഠിന തടവ് അല്ലെങ്കിൽ 10,000 രൂപ വരെയാകാവുന്ന പിഴ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ആണ്. ഇത്തരം ലംഘനം ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെയാകാവുന്ന കഠിന തടവ് അല്ലെങ്കിൽ 10,000 രൂപ വരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. ഇത്തരം ലംഘനമോ വാണിജ്യ അളവിനേക്കാൾ കുറവും എന്നാൽ ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ 10 വർഷം വരെയാകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെയാകാവുന്ന പിഴയുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം ലംഘനം വാണിജ്യപരമായ അളവിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 10,00,000 രൂപ വരെയാകാവുന്ന പിഴയുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കോടതിക്ക് വിധിയിന്മേൽ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് 2,00,000 രൂപയിൽ കൂടുതൽ പിഴ ചുമത്താവുന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോടതിക്ക് വിധിയിന്മേൽ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് 2,00,000 രൂപയിൽ കൂടുതൽ പിഴ ചുമത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 22 ഉണ്ട്. എന്താണ് സെക്ഷൻ 22 എന്ന് നമുക്കൊന്ന് നോക്കാം. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമലംഘനത്തിലുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് അതാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് സെക്ഷൻ 22. ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ ലൈസൻസിലെ നിബന്ധനകൾക്കു വിരുദ്ധമായി ആരെങ്കിലും സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൈമാറ്റം ചെയ്യുക, അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി എന്നിവ നടത്തുകയോ അത്തരം സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. ഇത്തരം ലംഘനം ചെറിയ അളവ് വരുന്നതാണെങ്കിൽ ശിക്ഷ 1 വർഷം വരെയാകാവുന്ന കഠിന തടവോ അല്ലെങ്കിൽ 10,000 രൂപ വരെയാകാവുന്ന പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. ഇനി ഇത്തരം ലംഘനം വാണിജ്യ അളവിനേക്കാൾ കുറവും എന്നാൽ ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ 10 വർഷം വരെയാകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെയാകാവുന്ന പിഴയുമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഇത്തരം ലംഘനം വാണിജ്യപരമായ അളവിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 20 വർഷം വരെ കിട്ടാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ പറയുന്ന സെക്ഷനുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 50 ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ? സെക്ഷൻ 50 എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കുന്നത്. 50 എന്ന് വെച്ചാൽ എന്താണ്? നിയമലംഘനം നടത്തിയെന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 50. നിയമലംഘനം നടത്തി എന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 50 എന്ന് പറയുന്നത്. സെക്ഷൻ 50 സബ് ക്ലോസ് 1 ഉണ്ട്. അതെന്താണ്? ഏതെങ്കിലും വ്യക്തിയെ ദേഹപരിശോധന നടത്തേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ അയാളെ അനാവശ്യ കാലതാമസം കൂടാതെ അടുത്തുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെയോ അടുക്കിലേക്ക് അവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. സെക്ഷൻ 50 സബ് ക്ലോസ് 1 പറയുന്ന കാര്യം എന്താണ്? ഏതെങ്കിലും വ്യക്തിയെ ദേഹപരിശോധന നടത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ അയാളെ അനാവശ്യ കാലതാമസം കൂടാതെ അടുത്തുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെയോ അടുക്കിലേക്ക് അവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകേണ്ടതാണ്. സെക്ഷൻ 50 സബ് ക്ലോസ് 2 ഉണ്ട്. എന്താണ്? ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ മുമ്പിൽ അയാളെ എത്തിക്കുന്നതുവരെ അയാളെ ആ ഉദ്യോഗസ്ഥനെ തടഞ്ഞു വയ്ക്കാമെന്നാണ് പറയുന്നത്. ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ മുന്നിൽ അയാളെ എത്തിക്കുന്നതുവരെ ആ ഉദ്യോഗസ്ഥനെ അയാളെ തടഞ്ഞു വയ്ക്കുവാനുള്ള വ്യവസ്ഥ ഉള്ളതാണ്. സെക്ഷൻ 50 സബ് ക്ലോസ് 3 ഉണ്ട്. എന്താണ്? ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ മുന്നിൽ അയാളെ ഹാജരാക്കുമ്പോൾ അയാളുടെ ദേഹപരിശോധന നടത്തുന്നതിന് ന്യായമായ കാരണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ
ആ വ്യക്തിയെ ഉടൻ തന്നെ വിട്ടയക്കേണ്ടതും അല്ലാത്ത പക്ഷം പരിശോധന നടത്താൻ നിർദ്ദേശിക്കാവുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 50 സബ് ക്ലോസ് 4 ഉണ്ട്. എന്താണത്? ഒരു സ്ത്രീ അല്ലാതെ മറ്റാരും തന്നെ ഒരു സ്ത്രീയുടെ ദേഹപരിശോധന നടത്തരുത് എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 50 സബ് ക്ലോസ് 5 ഉണ്ട്. ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ അഭാവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 100 പ്രകാരം ആ വ്യക്തിയുടെ ദേഹപരിശോധന നടത്താവുന്നതാണ് എന്ന് പറയുന്നു. ഗസറ്റഡ് ഓഫീസറുടെയോ സെക്ഷൻ 50(5) പ്രകാരം പറയുന്നത് ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ അഭാവത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 100 പ്രകാരം ആ വ്യക്തിയുടെ ദേഹപരിശോധന നടത്താവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 50 സബ് ക്ലോസ് 6 ഉണ്ട്. അത് പറയുന്ന കാര്യം ഇതാണ്: അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് തൻ്റെ മേലുദ്യോഗസ്ഥന് 72 മണിക്കൂറിനുള്ളിൽ അയച്ചു കൊടുക്കേണ്ടതാണെന്ന് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് തൻ്റെ മേലുദ്യോഗസ്ഥന് 72 മണിക്കൂറിനുള്ളിൽ അയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് എന്താണ്? ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ ഓഫ് ഗഞ്ച ആൻഡ് കോമൺ ഡ്രഗ്സ് ആണ്. അപ്പോൾ ചെറുതും വാണിജ്യപരവുമായിട്ടുള്ള അളവുകളാണ് ഇവിടെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ ഓഫ് ഗഞ്ച ആൻഡ് കോമൺ ഡ്രഗ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ്? NDPS നിയമത്തിന് കീഴിലുള്ള പല കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷിക്കപ്പെടുന്നത് മരുന്നിൻ്റെ അളവ് ചെറുതാണോ, ചെറുതിനേക്കാൾ കൂടുതലാണെങ്കിലും വാണിജ്യ അളവിനേക്കാൾ കുറവാണോ, അതോ വാണിജ്യപരമായ അളവാണോ എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മയക്കുമരുന്ന് ലഹരി പദാർത്ഥത്തിൻ്റെ കുറ്റകൃത്യമായി കണക്കാക്കാവുന്ന വാണിജ്യ അളവുകൾ അണ്ടർ NDPS ആക്ട് 1985 ആണ് നമ്മളിനി നോക്കുന്നത്. കറുപ്പ് അഥവാ ഒപ്പിയം എന്ന് പറയുന്നത് 10 കിലോ, അതാണ് വാണിജ്യ അളവുകൾ എന്ന രീതിയിൽ പറയുന്നത്. മയക്കുമരുന്ന് ലഹരി പദാർത്ഥത്തിൻ്റെ കുറ്റകൃത്യമായി കണക്കാക്കുന്ന വാണിജ്യ അളവുകൾ: മോർഫിൻ 1 കിലോഗ്രാം, ഹെറോയിൻ 1 കിലോഗ്രാം, കൊക്കെയിൻ 1 കിലോഗ്രാം, തേബൈൻ 1 കിലോഗ്രാം, കൊക്കെയിൻ 500 ഗ്രാം, ഹാഷിഷ് 20 ഗ്രാം, LSD എന്ന് പറയുന്നത് 500 ഗ്രാം, THC 500 ഗ്രാം, മെത്താംഫിറ്റാമൈൻ എന്ന് പറയുന്നത് 1500 ഗ്രാം, മെത്താക്വിലോൺ എന്ന് പറയുന്നത് 1500 ഗ്രാം, ആംഫിറ്റാമൈൻ എന്ന് പറയുന്നത് 1500 ഗ്രാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവോ ഇതിന് മുകളിലോ ഉള്ള പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറ്റകരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാവസായികമായിട്ടാണ് കേട്ടോ. ഇനി പണിഷ്മെൻറ്റ്, റിഹാബിലിറ്റേഷൻ ആൻഡ് ഡി അഡിക്ഷൻസ് പ്രൊവിഷൻസ് ഇൻ ദ ആക്ട് പറയുന്നുണ്ട്. പണിഷ്മെൻറ്റ്, റിഹാബിലിറ്റേഷൻ, ഡി അഡിക്ഷൻ പ്രൊവിഷൻസ് ഇൻ ദ ആക്ട് പറയുന്നുണ്ട്. അത് പറയുന്ന കാര്യം എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസസ് പറയുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെന്ന് നമുക്കൊന്ന് നോക്കാം. NDPS നിയമം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെ വളരെ ഗൗരവമായി കാണുന്നതിനാൽ ശിക്ഷകൾ കഠിനമാണെന്ന് പറയുന്നുണ്ട്. NDPS നിയമം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെ വളരെ ഗൗരവമായി കാണുന്നതിനാൽ ശിക്ഷകൾ കഠിനമാണ്. ശിക്ഷയുടെ കാലാവധിയും പിഴയും കുറ്റത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി NDPS നിയമപ്രകാരം കുറ്റകൃത്യത്തിനുള്ള പ്രേരണ, ക്രിമിനൽ ഗൂഢാലോചന, കുറ്റകൃത്യം നടത്താനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്ക് പോലും കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ തന്നെ ലഭിക്കുന്നതാണെന്നാണ് പറയുന്നത്. ആവർത്തിച്ചുള്ള കുറ്റങ്ങൾക്ക് 1.5 ഇരട്ടി ശിക്ഷയും ചില കേസുകളിൽ വധശിക്ഷയും വരെ ലഭിക്കാറുണ്ട്. ഇനി സെക്ഷൻ 68(F) എന്താണ് നമുക്ക് നോക്കാം. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയാൽ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 68(F). സെക്ഷൻ 68(F) എന്ന് പറയുന്നത് മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയാൽ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന സെക്ഷനാണ് ഈ പറയുന്ന സെക്ഷൻ 68(F). ഇനി റിഹാബിലിറ്റേഷൻ പ്രൊവിഷൻസ് ഉണ്ട്. സെക്ഷൻ 71 റിഹാബിലിറ്റേഷൻ പ്രൊവിഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സയ്ക്കും മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സ തുടങ്ങിയവയ്ക്കും മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ വിതരണം ചെയ്യുന്നതിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 71 എന്ന് പറയുന്നത് എന്താണ്? മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സ തുടങ്ങിയവയ്ക്കും മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ അവയുടെ വിതരണം ചെയ്യുന്നതിനും വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിനും
അവരുടെ ചികിത്സ, വിദ്യാഭ്യാസം, പുനരധിവാസം എന്നിവയ്ക്ക് അനുയോജ്യമെന്ന് കരുതുന്ന നിരവധി സെൻ്ററുകൾ തിരിച്ചറിയുന്നതിനും അവയ്ക്ക് അംഗീകാരം കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിനും അവരുടെ ചികിത്സ, വിദ്യാഭ്യാസം, പുനരധിവാസം എന്നിവയ്ക്ക് അനുയോജ്യമെന്ന് കരുതുന്ന നിരവധി സെൻ്ററുകൾ തിരിച്ചറിയുന്നതിനോ അവയ്ക്ക് അംഗീകാരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. നിരവധി സ്വകാര്യ ക്ലിനിക്കുകളും NGO നടത്തുന്ന സ്ഥാപനങ്ങളും സർക്കാർ ആശുപത്രികൾ മുഖേനയും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെയും ചികിത്സയും പുനരധിവാസവും ഒക്കെ ഇവിടെ നടത്തിവരുന്നുണ്ട്. ഇനി അടുത്തത് ഡി അഡിക്ഷൻ പ്രൊവിഷൻസ് ആണ്. അതിൽ സെക്ഷൻ 64A നമ്മൾ പ്രതിപാദിക്കുന്ന എന്താണ്? ലഹരിക്കടിമപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ആനുകൂല്യം ലഭിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 64A എന്ന് പറയുന്നത്. ലഹരിക്കടിമപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന വ്യക്തിക്ക് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ആനുകൂല്യം ലഭിക്കുന്ന വകുപ്പിനെയാണ് സെക്ഷൻ 64A എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ 27 പ്രതിപാദിച്ചിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കാവുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട വ്യക്തിയോ സർക്കാർ ആശുപത്രിയിൽ നിന്നോ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ ചികിത്സാ സഹായം തേടുകയും അവിടെ നിന്ന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം വ്യക്തികളെ മുകളിൽ പ്രതിപാദിച്ച കുറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 64A പ്രതിപാദിക്കുന്നത് എന്താണ്? സെക്ഷൻ 27 പ്രതിപാദിച്ചിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കാവുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തപ്പെട്ട വ്യക്തിയോ സർക്കാർ ആശുപത്രിയിൽ നിന്നോ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ ചികിത്സാ സഹായം തേടുകയും അവിടെ നിന്ന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം വ്യക്തികളെ മുകളിൽ പ്രതിപാദിച്ച കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാകാൻ പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. ചികിത്സ പൂർത്തീകരിക്കാതിരുന്നാൽ മേൽപ്പറച്ച പ്രോസിക്യൂഷൻ ആനുകൂല്യം റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കിയത് NDPS ആക്ടിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. NDPS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് NDPS ആക്ട് എന്ന് പറഞ്ഞാൽ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.